കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം കടുപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്കും എഐഎസ്എഫിന്റെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രജിസ്ട്രാറെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടനകൾ. കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ നിയമവിരുദ്ധമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. SFI രാജ്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പ്രതിഷേധ പരിപാടി SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം SK ആദർശ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഗവർണർ ചവച്ചു തുപ്പിയ പാക്കിന്റെ ബാക്കിയാണ് ഈ ഗവർണർ വീണ്ടും തുപ്പാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ കാലയളവിൽ തെരുവിൽ തടയാനാണ് SFI തീരുമാനിച്ചതെങ്കിൽ ഈ രാജ്ഭവനകത്ത് പോലും കടക്കാൻ കഴിയാത്ത നിലയിലേക്ക് തടഞ്ഞു വെക്കാനുള്ള ശേഷിയെന്തോ SFIക്കുണ്ട് എന്നീ രാജ്ഭവനത്ത് കത്തിരിക്കുന്ന RSSന്റെ കാര്യവാഹ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിനകത്ത് SFIക്ക് വേണ്ടി പറഞ്ഞു വെക്കാനുള്ളത്. AISFന്റെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ VCയുടെ കോലം കത്തിച്ചു. ഗവർണറുടെ തിട്ടൂരമനുസരിക്കുന്ന ഒരടിമയായി മാത്രം നിൽക്കുന്ന ഒരു VC. അദ്ദേഹത്തിന് എന്താ നാളെ ഇപ്പോൾ ജർമ്മനി പാം, ഡൽഹി പാം, UK പാം, എവിടെ വേണമെങ്കിലും പാം, ആരും ചോദിക്കാനില്ല. എന്താ അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഉണ്ട്, അത് ബഹുമാനീയനായ കേരളത്തിന്റെ ഗവർണറാണ്. VCയുടെ ചട്ടവിരുദ്ധ നടപടികൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കഴിഞ്ഞ ദിവസവും SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.